സൈനസൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ്. പ്രോപ്പറായിട്ട് ഒന്ന് കിടക്കാൻ പറ്റില്ല, ശക്തമായിട്ടുള്ള തലവേദന വരുന്നു, മൂക്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവുന്നു, ചില സമയത്ത് മൂക്ക് ഒലിക്കുന്നു, ചില സമയത്ത് നാസൽ ബ്ലോക്ക് ഉണ്ടാവുന്നു. അലർജി ഉള്ള ആളുകൾക്ക് ഈ സൈനസൈറ്റിസ് വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. മരുന്ന് കഴിച്ചാലും നമുക്ക് ആ ഒരു ഹെവിനെസ് മാറി കിട്ടുന്നില്ല. നമ്മുടെ തലേനുള്ളിൽ സ്റ്റിൽ നമുക്ക് എന്തോ ഒരു കഫം ഉള്ളതുപോലെ ഫീൽ ആവുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. കഫക്കെട്ട് അല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കണ്ടീഷനാണ്. ഇപ്പോൾ സൈനസൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളെ മൂഡ് കംപ്ലീറ്റ്ലി ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം തല അനക്കാൻ പറ്റില്ല, നമുക്ക് തല ജസ്റ്റ് ഒന്ന് കുനിക്കുമ്പോഴേക്ക് തന്നെ വേദന വരുന്നു, പിന്നെ പ്രോപ്പറായിട്ട് ഒന്ന് കിടക്കാൻ പറ്റില്ല, ശക്തമായിട്ടുള്ള തലവേദന വരുന്നു, മൂക്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവുന്നു, ചില സമയത്ത് മൂക്ക് ഒലിക്കുന്നു, ചില സമയത്ത് നാസൽ ബ്ലോക്ക് ഉണ്ടാവുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ആളുകൾ വരാറുണ്ട്. സൈനസൈറ്റിസ് നമുക്കറിയാം ഇൻഫ്ലമേഷനാണ്. ഈ സൈനസിനകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതാണ്. അപ്പം അത് പല രീതിയിൽ കാണിക്കാം. ഒന്ന് തന്നെ നമ്മുടെ ഈ ഫ്രോണ്ടൽ ഏരിയയിൽ കാണുന്ന സൈനസൈറ്റിസ് ഉണ്ട്, ഫ്രോണ്ടൽ സൈനസൈറ്റിസ്. അതുപോലെ തന്നെ ഈ ഒരു മിഡിൽ ഏരിയയിലൊക്കെ ആയിട്ട് എത്മോയിഡൽ സൈനസൈറ്റിസ് ഉണ്ട്, മാക്സിലറി കവളിൻ്റെ ഭാഗത്തായിട്ട് മാക്സിലറി സൈനസൈറ്റിസ് ഉണ്ട്, അങ്ങനെ സ്പീനോയിഡൽ സൈനസൈറ്റിസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലായിട്ട് സൈനസൈറ്റിസ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരും തന്നെ ചിലപ്പോൾ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കാം. മരുന്ന് കഴിച്ചാലും നമുക്ക് ആ ഒരു ഹെവിനെസ് മാറി കിട്ടുന്നില്ല. നമ്മുടെ തലേനുള്ളിൽ സ്റ്റിൽ നമുക്ക് എന്തോ ഒരു കഫം ഉള്ളതുപോലെ ഫീൽ ആവുന്നുണ്ട്. നിങ്ങൾ സ്ട്രീം പിടിക്കുന്നുണ്ടായിരിക്കാം. സ്ട്രീം പിടിച്ചു കഴിഞ്ഞിട്ട് മാറ്റം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളുണ്ട്. അതായത് നിങ്ങൾ ഒരു തവണ ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തു, അതിന് വേണ്ട മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് പക്ഷേ ഇത് വീണ്ടും വരിക. അലർജി ഉള്ള ആളുകൾക്ക് ഈ സൈനസൈറ്റിസ് വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പൊടിയോ അല്ലെങ്കിൽ പുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടി മൂക്കടഞ്ഞു, കഫക്കെട്ടായിട്ട് മാറി, പിന്നെ സൈനസിൽ നിന്നൊക്കെ വേദന വരാൻ തുടങ്ങി, നെറ്റി ജസ്റ്റ് പുരുകത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ വേദന വരാൻ തുടങ്ങി, പുരുകം ജസ്റ്റ് ഇങ്ങനെ ഉയർത്തുമ്പോഴൊക്കെ ശക്തമായിട്ടുള്ള വേദന, അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ആണ് സൈനസൈറ്റിസ് പേഷ്യൻസിന് ഉണ്ടാവുന്നത്. അപ്പോൾ അവർ ആ മെഡിസിൻസ് കഴിച്ച് അതിൻ്റെ ഡോസൊക്കെ തീർന്നു കഴിഞ്ഞാലും പിന്നെയും അവർക്കിത് വരാം. പിന്നെ നീരിറക്കമായിട്ടാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് എന്താ, മഴയൊക്കെ കുറച്ച് മഴപ്പാറ്റലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഓട്ടോമാറ്റിക്കലി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ കഫം കൂടുന്ന ഒരു സമയം എന്ന് പറയുന്നത്, ഒന്നാമത് നമുക്ക് തണുപ്പുള്ള സമയത്ത് കഫം കൂടാം, അതുപോലെ തന്നെ മഴക്കാലങ്ങളിലും ഈ കഫം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ വാദവും കൂടും. കഫം കൂടുന്ന പോലെ തന്നെ വാദം കൂടാനും മഴക്കാലങ്ങളിലൊക്കെ ചാൻസസ് കൂടുതലാണ്. വാദരോഗങ്ങളൊക്കെ തണുപ്പ് കാലത്താണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നോർമലി നമ്മളെല്ലാവരും കേൾക്കുന്നൊരു കാര്യമാണ് പനിക്കൂർക്ക. ഈ ഒരു സൈനസൈറ്റിസിന് നല്ലതാണ്. പനിക്കൂർക്കയും പനക്കൽക്കണ്ടവും മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് കഫക്കെട്ടിന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കും നല്ലതാണ്. നമ്മൾ സ്റ്റീം ചെയ്യുന്ന വെള്ളത്തിനകത്ത് നമുക്ക് പനിക്കൂർക്കേൻ്റെ ഇല ജസ്റ്റ് ചതച്ചിടുക, തുളസീൻ്റെ ഇല ചതച്ചിടുന്നതൊക്കെ കുറച്ചൊരു ആശ്വാസം തരുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ സ്റ്റീം എടുക്കുന്ന സമയത്ത് നമ്മൾ വല്ലാതെ ഇങ്ങനെ ശക്തമായിട്ട് മൂക്കിലോട്ട് വലിച്ചു കയറ്റാൻ പാടില്ല. അത് ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് ഒന്ന് പിടിച്ചു കൊടുക്കുമ്പം തന്നെ നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചൂട് തട്ടുമ്പം കുറേയൊക്കെ നമ്മളെ വായിലൂടെയും മൂക്കിലൂടെയൊക്കെ ഒലിച്ചു വരും. അപ്പം അങ്ങനെ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ശക്തമായിട്ട് ആഞ്ഞിങ്ങനെ വലിക്കുന്നത് നല്ലതല്ല. അത് നമുക്ക് ഒരുപാട് ചെവിക്കൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അത് പ്രത്യേകം നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ സൈനസൈറ്റിസ് ഒക്കെ വരുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ മധുരം അല്ലെങ്കിൽ മധുരമായിട്ടുള്ള ഫുഡുകളൊക്കെ കൂടുതൽ എടുക്കുന്നത് കുറയ്ക്കണം. അതായത് ബേക്കറി ഐറ്റംസുകളുടെ അകത്ത് പേട, ലഡു പോലെയുള്ള മധുരം കൂടുതലായിട്ട് വരുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ കോള, പെപ്സി, മെറിട്ട പോലുള്ള ഡ്രിങ്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. തണുത്തത് ശ്രദ്ധിക്കണം. തണുത്തത് നിങ്ങൾ കുടിച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ രാത്രിയൊക്കെയാണ് നമ്മുടെ ശരീരത്തിനകത്ത് കഫവർദ്ധനം, അതായത് കഫം കൂടുന്ന സമയം രാത്രി. അപ്പോൾ രാത്രിയാണ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരിക. അപ്പോൾ പകൽ നിങ്ങൾ എടുത്തു കഴിയുമ്പം ആ സമയത്ത് നിങ്ങൾക്ക് എന്താ നല്ലൊരു സുഖമാണ് കിട്ടുക തണുപ്പ് എടുക്കുമ്പോൾ. പക്ഷേ രാത്രി പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തണുത്ത ഒരു കൂൾ ഡ്രിങ്ക്സുകളും ഫുഡ് ഐറ്റംസുകളും ഒന്നും തന്നെ കഴിക്കാതിരിക്കുക. ഐസ്ക്രീംസ് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഐസ്ക്രീംസൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഒഴിവാക്കി നിർത്തുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്, നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവരും ഹോം റെമഡീസൊക്കെ ഇത്തരം കണ്ടീഷൻസിന് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെറുനാരങ്ങ, അതായത് തോടോടുകൂടി ചെറുനാരങ്ങ അരിഞ്ഞിടുക, ഒരു 2 ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിടുക, 1-2 വെളുത്തുള്ളി ഇടുക. ഇതെല്ലാം കൂടി നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കാം. വെട്ടിത്തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതൊരു 1 ഗ്ലാസ്സായിട്ട് റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുക.
മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ഒരുപാട് എടുത്തിടരുത്, അതും വളരെ ലൈറ്റായിട്ട് ഒരു പിഞ്ചോളം മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 നേരമായിട്ട് ഒരു ദിവസം കുടിക്കുന്നത് ഈ കെട്ടിക്കിടക്കുന്ന കഫമൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് നമുക്കൊരു റിലീഫ് കിട്ടും. ഈ ത്രോട്ടിൻ്റെ ഭാഗത്തുനിന്ന്, അതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് കറുവപ്പട്ട. കറികളിലൊക്കെ ആഡ് ചെയ്യുന്ന പട്ടയല്ല, അതിനേക്കാൾ തിന്നായിട്ടുള്ളൊരു പട്ട കിട്ടും, അത് മേടിക്കുക. അതുപോലെ തന്നെ ചുക്ക് അല്ലെങ്കിൽ ഇഞ്ചിയോ ചതച്ചിടുക. ഏലക്കായി നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള ഒരു ടേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഗ്രാമ്പൂ ചതച്ചിട്ട് കുറച്ച് ഗ്രാമ്പൂ ഇടുക, നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കുക. 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അത് 1 ഗ്ലാസ്സായിട്ട് റെഡ്യൂസ് ചെയ്യുക. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, തേൻ ആഡ് ചെയ്യാം. തേൻ ആഡ് ചെയ്യേണ്ടത് ഈ തിളപ്പിച്ച വെള്ളം ആറിയതിന് ശേഷം, നല്ല ചൂടോട് കൂടിയ വെള്ളത്തിൽ തേൻ ഒഴിക്കരുത്. തിളപ്പിച്ച് ആറിയ വെള്ളത്തിനകത്ത് കുറച്ച് തേൻ മിക്സ് ചെയ്തിട്ട് കുടിക്കുക. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ 2 നേരമായിട്ട് കുടിക്കാം. നല്ല രീതിയിൽ തന്നെ ശരീരത്തിലുള്ള കഫം കുറയ്ക്കുന്നതിന് സഹായിക്കും. ഈ കഫം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്ക് അവർക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെപ്പോഴും ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവർക്ക് തൊണ്ടയ്ക്ക് പിടിക്കും. അത് അസിഡിറ്റി ഉള്ള ആളുകൾക്ക് ഈ പ്രശ്നം വരും. അപ്പോൾ ഈ കഫമുള്ള ആളുകൾ എപ്പോൾ ഇങ്ങനെ കഫം സ്പിറ്റ് ചെയ്യും, അതായത് തുപ്പും കഫം. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് കഫം കൂടിയതുകൊണ്ടാണെന്ന്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണിത്. അതൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യും, പക്ഷേ നിങ്ങളിത് വല്ലാണ്ട് ഒരുപാട് കാലമൊന്നും ഇങ്ങനെ വെക്കാൻ പാടില്ല. ഒരു അതായത് ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ്, കഫക്കെട്ട്, അതുപോലെ തന്നെ ശ്വാസം മുട്ട്, ആസ്തമ, വീസിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാലത്തേക്ക് ഇതിങ്ങനെ വെക്കാൻ പാടില്ല. അത് ചിലപ്പോൾ ഇൻഫെക്ഷനും, ചെസ്റ്റ് ഇൻഫെക്ഷൻ, ന്യൂമോണിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറയുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു മഴ കൊണ്ടിട്ട് അല്ലെങ്കിൽ തണുപ്പ് കഴിച്ചിട്ടൊക്കെ വരുന്ന കഫക്കെട്ടൊക്കെയാണ്, അത് പെട്ടെന്ന് പോവും. നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ദിവസങ്ങളിലൊന്നും നിൽക്കാറില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്, ഒരു ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് വെച്ച് വീണ്ടും കാണാം. നന്ദി.